ഹലോ അസ്സലാമു അലൈക്കും മുത്തുമണികളെ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. എന്ത് സ്വാഗതം. അപ്പൊ പാത്തു രാവിലെ തന്നെ വന്നിക്കണം കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് ഒരു കടിയൊക്കെ കഴിഞ്ഞിരിക്കണം. ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? പാത്തു ഇങ്ങനെ തെറ്റിയിരുന്നു. വെറുതെ എത്തിക്ക. അപ്പൊ എന്നിട്ട് എന്തെങ്കിലും വർത്താനം സുഖല്ലേ? അപ്പോൾ ഇന്നലെ ഇല്ലാതൊക്കെ പണിയോട് വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ. അപ്പോൾ മക്കളെ, നമുക്ക് നേരെ നമ്മളെ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാന്ന് നോക്കിയേക്കാം കേട്ടോ. ആരെന്റെ കുട്ടിയെ കാട്ടി? ഞാൻ തെച്ചിട്ടാ? ഇത് നോക്ക്, ഇത് നോക്ക്, പറ. ഞാൻ തെച്ചിട്ടാ? അല്ലല്ലോ, പിന്നെ എന്തിനാ കരയുന്നു? ചാനു കൃതി തട്ടിയോ? ഉന്തിട്ടിക്കേ? എങ്ങനെ ഇങ്ങനെ ഉന്തിട്ടോ? പൊന്തിച്ചിക്കേ? അടി കൊടുക്കണോ? എന്നാ കൊടുക്കോനെ ഷാനു തല്ലേ. അടി കൊടുത്താ മതിയോ? ഹാപ്പി ആയോ? ചൂപ്പലായില്ലേ? ഇനി നിക്കരുതില്ലേ? അടിയാണ് കിട്ടുന്നേറെ. ആ, നീ ചായച്ചോ? എന്റെ കടി അപ്പം അല്ലേ? ചായ, അപ്പം ചായ അല്ലേ? എന്തൊക്കെ വർത്താനം ചോദിച്ചോക്ക്. സുഖല്ലേ നിങ്ങൾക്ക് ചോദിച്ചോക്ക്? സുഖക്കല്ലേ അല്ലേ? അപ്പൊ പാത്തു രാവിലെ തല്ലൂടാൻ വന്നിക്കുന്നു. പാത്തോ, നീ ഷാനു സ്കൂളിലെ ജലദോഷം കൊരിയുണ്ടോ? ശരി, കിടപ്പുണ്ടോ? അണക്കുണ്ടോ? അപ്പതാ നമ്മളെ ചായ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചായ അടിച്ചിട്ടില്ല, ചായ അടിക്കാൻ നിക്കണുള്ളൂ. പാത്ത് ചായ അടിച്ച ആണോ? നീ ആണോ? അപ്പൊ മേലെ കുടിയിലൊന്നുമില്ല? ഇതാ എന്റെ കുടിയല്ലേ? ഇത് എന്റെ കുടിയാണേ. എന്നോട് ഇറങ്ങിട്ട് വരാൻ പറഞ്ഞു. എന്റെ പെര മേലെ പെര പെണ്ണേ, മേലെ പെരേന എന്റെ പേര്. ഇതാരുടെ പേരെ? ഇതാരുടെ പേരെ? ആ, അത് കാലെടുത്ത ഇന്ന്. ഇതാരുടെ പേരെ പാത്തുവോ? ഇന്റെ പേരാണ്. ഇന്റെ പേരാണ്, അന്റെ പേരല്ല. ഇന്റെ പേരാണ്, ഇന്റെ പേരാണ്. ആ, ഇവിടുന്ന് പോയിക്കട്ടോ. എന്നിട്ട് വരരുതിട്ടോ. വരും? വരൂല? അപ്പൊ നമ്മളെ ചായ എടുക്കുന്നുണ്ട്. ദോശയും എന്താ ചാറ്? കടലച്ചാറും ഉണ്ടോ? വീഡിയോ പറ്റുന്നവർക്ക് നേരെ കാണട്ടോ. ലാസ്റ്റ് പറഞ്ഞു വീഡിയോയിൽ സൗണ്ട് കേൾക്കൂട്ടോ.
അസ്സലാമു അലൈക്കും. വീണ്ടും അജ്മലാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇന്നലെ ഞാൻ നമ്മളെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ, വീട്ടിലത്തെ വീഡിയോ എടുത്തു, ഫാമിലി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സംഭവം എൻ്റെ കൂട്ടുകാരൻ വിളിച്ചത്. അതായത് ഓൻ്റെ അമ്മായിക്ക് സുഖമില്ലായിട്ട് ഹോസ്പിറ്റലിലാണ്, മണ്ണാർക്കാട് അൽമിയിലാണ് പറഞ്ഞത്. അപ്പോൾ ഓന് പോകാൻ വണ്ടിയില്ല, ഇന്നൊന്ന് ആക്കി തരുവെച്ചിട്ട് വിളിച്ചാൽ. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊന്നും നടന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ കേസല്ലേ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഓനാക്കി കൊടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മണ്ണാർക്കാട് എത്തി, നമ്മളെ കുന്തിപ്പുഴ പാലല്ലേ, കുന്തിപ്പുഴ പാലെത്തിയേക്ക് അവിടെ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്കിൻ്റെ ഇടയിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് പുഴയ്ക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വണ്ടി എടുത്തിട്ട്, കാരണം ആക്സിഡൻ്റ് ആയിട്ട് ആരെങ്കിലും പുഴയ്ക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ശവമോ അങ്ങനെ ആരെങ്കിലും മരിച്ച ജഡ എന്തെങ്കിലും പൊന്തിക്ക് അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ട് ഞങ്ങളവിടെ വണ്ടി എടുത്തിട്ട് ഞങ്ങളും ചെന്ന് നോക്കിൻ്റെ ഇടയിൽ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴയ്ക്കാണ് വരുന്നവരൊക്കെ പുഴയ്ക്കാണ് നോക്കുന്നത്. സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും നോക്കിയേക്ക്. പുഴയിൽ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അതിൽ അവിടെ ഒരു ഏട്ടനോട് ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് ചോദിച്ചു. പുഴയിലല്ല, മേലേക്ക് നോക്കിയേക്കാണ്. ഒരു മേലേക്ക് നോക്കിയേക്കുണ്ട്, അവിടെ പെൺകുട്ടി നിൽക്കണ്. ആ ഒരു പെൺകുട്ടി ചാടാൻ വന്നിക്കാണ്. ഏതാണെന്ന് മുണ്ടണില്ല, ഓൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നിക്കാണെന്ന് അറിയണം. അപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നിക്കാണെന്ന് പറഞ്ഞു. അതിൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളവിടെ കുറച്ചാൾ കൂടി. പിന്നെ വണ്ടികൾ ഫുള്ള് വരുന്ന വണ്ടികൾ ഫുള്ള് ബ്ലോക്കായി, നിറച്ച ആൾക്കാർ കൂടി. ഏതാണെന്നും അറിയണില്ല. എന്നാൽ കുട്ടിയൊട്ടും മുണ്ടണില്ല, നമ്മളെ ആൾക്കാരോടൊന്നും മുണ്ടണില്ല. അതിൽ ലാസ്റ്റ് പോലീസുകാർക്ക് വിളിച്ച് പോലീസുകാർ വന്നു. പോലീസുകാർ വന്നപ്പോഴാണ് ആ കുട്ടി കാര്യം പറയണത്, എന്താണ് സംഭവം ഏതാണ് സംഭവം എന്നുള്ളത്. അപ്പോൾ ഇതന്നെ പ്രേമം ഇതായിട്ട്, അതായത് ചെറുക്കം തേച്ചിക്കാന്ന് ഇപ്പോൾ പറയില്ലേ, തേച്ചിക്കാന്നല്ല, ഓൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ടാവും. ഒരു പക്ഷേ ഇവൾക്കത് പറ്റിയിട്ടുണ്ടാവില്ല. ഇവൾ നോക്കിയത് ആത്മാർത്ഥമായിട്ടായിരിക്കും. ആ കുട്ടീനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോഴത്തെ മാനസികാവസ്ഥയൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പോൾ നോക്കണ ചെക്കന് ഓൻ്റെ കാര്യം ആവശ്യം കഴിഞ്ഞപ്പോൾ ഓനെ ഒഴിവാക്കി പോകാൻ നോക്കി. ഈ കുട്ടി ഓളെ ജീവൻ കളയാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നല്ലൊരാളായിട്ട് പറയല്ലോ കേട്ടോ, പ്രേമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞാനും പ്രേമിച്ചിക്കണു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പ്രേമിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അതേപോലെ ഇതിൽ നമ്മളെ കൂട്ടത്തിൽ കുറേ ആൾക്കാരും പ്രേമിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ പ്രേമം തെറ്റാണ് ഇതാണെന്നൊന്നും ഞാൻ പറയാൻ നിൽക്കണില്ല. അത് പറയാൻ ഒന്നുമില്ല, ഞാൻ അതിനേക്കാൾ വലിയ നല്ലൊരാളാവണം. അതുകൊണ്ട് അതൊന്നും ഞാൻ പറയാൻ വരുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് ബാങ്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രേമവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ പ്രേമം ലാസ്റ്റ് ഒഴിവായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വന്തം ജീവൻ ഒടുക്കിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. കാരണം അവനാന് പോയി. കാരണം ഇപ്പോൾ കാര്യം ആരും അറിഞ്ഞിട്ടില്ലാണ്ട് വെച്ചെങ്കിൽ പെണ്ണ് ആത്മഹത്യ ചെയ്തു, ഏതാ സംഭവം എന്നൊന്നും ഒരു മനുഷ്യനും അറിയില്ല. ഓനെന്ത് ചെയ്യുക, ഓൻ്റെ തടി കാത്തിട്ട് ഓന് നാളെ വേറെ പെണ്ണിൻ്റെ ഓന് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുക. അതായത് ഇപ്പോൾ നഷ്ടപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിക്കാൻ പോണ ഒരാൾക്ക് മാത്രമാണ്, ആൾക്കും ആളെ കുടുംബത്തിനുമാണ്. കാരണം ഇത്രയും കാലം നോക്കിയുണ്ടാക്കിയ വാപ്പി ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഏത് വകുപ്പാണെന്ന് വെച്ചാലും ഓല് നോക്കിയുണ്ടാക്കിയ ഓലിക്ക് നഷ്ടപ്പെടും. അതേപോലെ ആ മരിക്കണ വ്യക്തിക്ക് നഷ്ടപ്പെടും. നല്ല പോരാത്തതിന് മറ്റേ ആത്മഹത്യാ ശ്രമത്തിന് 75,000 ഉറുപ്പ്യ എത്ര ഫൈനുണ്ട്. ആ ഫൈന ആ കുട്ടിയുടെ വീട്ടുകാർ കട്ടേണ്ടി വരും. അങ്ങനത്തെ കുറേ ഇടങ്ങേറുകളുണ്ട് കേട്ടോ. ഇല്ലാതെ ഈ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മരിക്കണമെന്നുണ്ട് വെച്ചെങ്കിലും അവർക്ക് ഒന്നും നഷ്ടപ്പെടാല്ല. ഒരു നാളെ മേലാക്ക മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ പ്രേമിക്കുന്നവരെ എല്ലാവരും ഒന്ന് കരുതുക, ഒന്ന് ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി നമ്മൾ പെരക്കാരെ സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നെ ചാടിപ്പോണതാണെന്നൊന്നല്ല ഞാൻ പറയണത്. പരമാവധി നമ്മൾ പെരക്കാരെ കൺവിൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ ഇതാക്കാമെന്ന് ഞാൻ കരുതി. കാരണം ഇതുകൊണ്ട് 10 ആളിൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് 10 ആളെ കാണുള്ളൂ വെച്ചെങ്കിൽ അതിൽ 10 ആളിൽ ഒരു 9 ആൾ തെറ്റിദ്ധരിച്ച എന്താ പറയുക ഒഴിവാക്കി കിട്ടാലും ഒരാളതിൽ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിജയം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നമ്മളെ വ്ളോഗും കാര്യങ്ങളായിട്ട് നാളെ കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ നാളെ കാണാം. അസ്സലാമു അലൈക്കും.